ഭാഗം 2 പുസ്തകം 5 അധ്യായം 1 മറിയത്തിന്റെ അന്തഃസംഘർഷങ്ങൾ. ഈശോ ജെറുസലേം ദേവാലയത്തിൽ. തിരുക്കുടുംബം നസ്രത്തിൽ താമസമുറപ്പിക്കുകയും ആ കൊച്ചു കുടുംബം അങ്ങനെ സ്വർഗീയമായി തീരുകയും ചെയ്തു. ഉണ്ണിയേശുവിന് 12 വയസ്സാകുന്നതുവരെയുള്ള കാലയളവിൽ തന്റെ അമ്മയ്ക്കും അവനുമിടയിൽ നടന്നിട്ടുള്ള നിരവധിയായ വിശുദ്ധ രഹസ്യങ്ങളെ വിവരിക്കാൻ അനേകം ഗ്രന്ഥങ്ങൾ തന്നെ വേണ്ടിവരും. അതിൽ തന്നെ ഞാൻ എഴുതാൻ ശ്രമിക്കുന്നത് വിഷയവൈപുല്യം നിമിത്തം തീരെ കുറച്ചും അപ്രധാനവുമായ കാര്യങ്ങളായിരിക്കുമെന്നും ഭയപ്പെടുന്നു. പരിശുദ്ധ അമ്മ പകർന്നു തന്ന വെളിച്ചത്തിന്റെ സഹായത്തിൽ തീരെ കുറച്ചു കാര്യങ്ങൾ, ഏതാനും ചില സംഭവങ്ങൾ മാത്രം ഇവിടെ വിവരിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ വിട്ടുകളയുന്നു. ദുർബലരായ മനുഷ്യർക്ക് ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളുക അസാധ്യമാണ്. ഈജിപ്തിൽ നിന്ന് തിരികെയെത്തി ഏറെ കഴിയും മുൻപേ കർത്താവ് തന്റെ ദാസിയെ കഠിനമായ ഒരു പരീക്ഷയ്ക്ക് വിധേയയാക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ കൃപാവരത്തിന്റെ പുതിയ നിയമത്തിലെ കടിഞ്ഞൂൽ പുത്രി എന്ന നിലയിലും അവിടുത്തെ തിരുഹിതത്തിന്റെ ഏറ്റവും വിധേയത്വമുള്ള ഉപകരണമെന്ന നിലയിലും പരിശുദ്ധ മറിയവും അവളുടെ പുത്രനും പുതിയ നിയമത്തിലെ ദൈവകൽപ്പനകൾ രചിക്കപ്പെട്ട കൽഫലകങ്ങളായി ഉരുകിയ മെഴുകിൽ മുദ്രണം ചെയ്യാൻ എളുപ്പമായിരിക്കുന്നതുപോലെ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവിൽ കർത്താവിന്റെ കൽപ്പനകളും മുദ്രണം ചെയ്യപ്പെട്ടിരുന്നു. പുറപ്പാട് 31:18. ഈ ഉദാത്ത ലക്ഷ്യം മുൻനിർത്തി കർത്താവ് തന്റെ സുവിശേഷത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളും അവിടുത്തെ പ്രമാണങ്ങളും മറിയത്തിന്റെ വ്യക്തിത്വത്തിൽ പ്രകാശിപ്പിച്ചു. നസ്രത്തിൽ കഴിഞ്ഞിരുന്ന 23 വർഷങ്ങളിലും പരിശുദ്ധ അമ്മയും ദിവ്യപുത്രനും ഈ നിഗൂഢ രഹസ്യങ്ങളെ മനനം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം പരിശുദ്ധ അമ്മ അതീവ രഹസ്യമായി സൂക്ഷിച്ചു. സുവിശേഷകന്മാർ ഈ രഹസ്യങ്ങൾ രചനാ വിഷയമാക്കിയതുമില്ല. 12-ാം വയസ്സിൽ ബാലനായ യേശുവിനെ ജെറുസലേമിൽ വെച്ച് കാണാതാകുന്നത് മാത്രമേ ആകെ പ്രസ്താവിക്കുന്നുള്ളൂ. ഇക്കാലം അത്രയും ക്രിസ്തുവിന്റെ ശിഷ്യത്വം പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ പരമപരിശുദ്ധിയുടെ മഹാസൗധത്തെ സൃഷ്ടപ്രപഞ്ചത്തിനു ഉയരത്തിൽ നമ്മുടെ കർത്താവ് സ്ഥാപിച്ചു. ആത്മസൗധത്തിന്റെ അടിസ്ഥാനം അവിടുന്നുറപ്പിക്കുകയും പരീക്ഷകളിലൂടെ അവളിലെ ദൈവസ്നേഹത്തിന്റെ തീവ്രതയെ സ്ഫുടം ചെയ്തെടുക്കുകയും ചെയ്തു. ഇതിനായി ഒരിക്കൽ അവൻ അവളുടെ ദൃഷ്ടിയിൽ നിന്ന് കുറച്ചു ദിവസം മറഞ്ഞു നിന്നു. അതുവരെ തന്റെ തിരുക്കുമാരന്റെ ദർശനത്തിൽ ആഹ്ലാദചിത്തയായിരുന്ന അമ്മയ്ക്കത് നഷ്ടമായി. ശാരീരികമായി അവൻ അമ്മയെ വിട്ടു എന്നർത്ഥമാക്കുന്നില്ല. എങ്കിലും തന്റെ സ്നേഹമാധുര്യം പിൻവലിക്കാതെ അവളോടൊപ്പം അവളിൽ തന്നെ അരൂപിയിലായിരുന്നു അവൻ. പരിശുദ്ധ അമ്മയ്ക്ക് ഈ പ്രവൃത്തിയുടെ ആന്തരിക കാരണം മനസ്സിലായില്ല. എന്തെന്നാൽ കർത്താവത് വെളിപ്പെടുത്തിയിരുന്നില്ല. അതിലുപരി തന്റെ ദിവ്യപുത്രൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് അന്തർമുഖനായി മാറുകയും അവളുടെ സമ്പർക്കത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ദിവസത്തിൽ പലതവണ അവൻ അവളുടെ അരികിൽ നിന്ന് പിൻവാങ്ങുകയും അല്പമാത്ര സംഭാഷണം നടത്തുകയും ചെയ്തു. അവയ്ക്ക് ഒരു രാജകീയ ഭാവം ഉണ്ടായിരുന്നു. ഒരു സൂചന പോലും കൊടുക്കാത്ത ഈ ഭാവമാറ്റത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെ അഗ്നിശുദ്ധി വരുത്തി സ്ഫുടം ചെയ്തെടുത്തു. ഈ അപ്രതീക്ഷിത അനുഭവത്തെ അവൾ തന്റെ സ്വാഭാവികമായ എളിമയോടും അയോഗ്യതാബോധത്തോടും കൂടെ അഭിമുഖീകരിച്ചു. തന്റെ ദൈവം തന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് പ്രതി സ്നേഹത്തിന്റെ കുറവും തന്റെ നന്ദിഹീനതയും കൊണ്ടാണെന്ന് അവൾ കരുതി. സ്വർഗസ്ഥനായ പിതാവിന്റെ കരുണാവാത്സല്യങ്ങൾക്കും നിർലോഭം ചൊരിയപ്പെട്ട വരദാനങ്ങൾക്കും നന്ദി പറയാൻ തനിക്കെങ്ങനെ കഴിയുമെന്നവൾ ധ്യാനിച്ചു. തന്റെ പ്രിയപുത്രന്റെ സാന്നിധ്യ നഷ്ടത്തെക്കാൾ അവന് ശുശ്രൂഷ ചെയ്യാൻ തനിക്കു കഴിയാതെ വരുന്നതാണ് അവളെ വേദനിപ്പിച്ചത്. ഈ ദുഃഖമാകുന്ന അസ്ത്രം മാതൃഹൃദയത്തെ ഭേദിച്ചു. സ്നേഹിക്കുന്ന ആൾ സ്നേഹപാത്രത്തിന് പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷകളിലാണ് സ്നേഹത്തിലടങ്ങിയിരിക്കുന്ന ആനന്ദത്തിന്റെ പ്രസരിപ്പ് കൂടിക്കൊള്ളുന്നത്. തന്റെ അമ്മയുടെ ഈ വിധമുള്ള ആകാംക്ഷകൾ ബാലനായ യേശുവിൽ വലിയ സന്തോഷം ഉളവാക്കി. അവൻ അവളോട് ഗാഢമായ സ്നേഹത്തിലായിത്തീർന്നു. അവളുടെ തീക്ഷ്ണമായ സ്നേഹം അവന്റെ ഹൃദയത്തെ ഭേദിച്ചു. എന്റെ സഹോദരി, എന്റെ മണവാട്ടി, നീ എന്റെ ഹൃദയം കവർന്നിരിക്കുന്നു. നിന്റെ ഒറ്റ കടാക്ഷം കൊണ്ട്, നിന്റെ കണ്ഠാഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എന്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു. ഉത്തമഗീതം 4:9. പരിശുദ്ധ അമ്മ എപ്പോഴൊക്കെ മകനെ തേടിച്ചെന്ന് അവനുമായി മധുര സംഭാഷണം ചെയ്യാൻ ശ്രമിച്ചുവോ അപ്പോഴൊക്കെ അവൻ ബാഹ്യമായ ഒരകലം പ്രകടിപ്പിച്ചു. ആളിക്കത്തുന്ന അഗ്നിയിൽ അല്പം വെള്ളമൊഴിച്ച് അതിന് ശമനം വരുത്താൻ ശ്രമിച്ചാൽ അത് പൂർവാധികം ശക്തിയോടെ കത്തിജ്വലിക്കുമല്ലോ. അതുപോലെയായിരുന്നു ഇവിടെയും. തന്റെ മകൻ പ്രദർശിപ്പിച്ച ബാഹ്യമായ വിരക്തിഭാവം
അവളുടെ സ്നേഹത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു. ആ മാടപ്രാവ് തികഞ്ഞ ഏകാഗ്രതയോടെ പുണ്യ അഭ്യാസങ്ങളിൽ മുഴുകി. അവൾ സ്വയം ഭൂമിയേക്കാൾ താഴ്ത്തി അഗാധമായ ഭക്തിയോടെ അവിടുത്തെ വണങ്ങി. അവൾ സ്വർഗീയ പിതാവിന് സ്തോത്രങ്ങൾ പാടി. ദൈവത്തിന്റെ വിസ്മയകരമായ പ്രവൃത്തികളെക്കുറിച്ച് ധ്യാനിച്ച് അവിടുത്തെ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ചു. അവൾ സദാ വിശ്വാസത്തിന്റെ സൽപ്രവൃത്തികൾ ചെയ്തു. പ്രത്യാശയും ജ്വലിക്കുന്ന സ്നേഹവും അവളിൽ നിറഞ്ഞു. അവളുടെ ജീവിതം സുഗന്ധ സുരഭില ധൂപമായി മാറി. രാജാതിരാജൻ അവളുടെ ഹൃദയമാകുന്ന പുഷ്പശയ്യാതലത്തിൽ അതാസ്വദിച്ച് ശയിച്ചു. രാജാവ് ശയ്യയിലായിരിക്കെ എന്റെ ജടാമാഞ്ചി തൂമണം തൂകി. ഉത്തമഗീതം 1:12. അശ്രുകണങ്ങളാൽ നനച്ച പ്രാർത്ഥനയും സ്നേഹപാരമ്യത്തിലുതിർന്ന ചുടുനിശ്വാസങ്ങളും അവളുടെ ഹൃദയാന്തരാളത്തിൽ നിന്ന് ഉയർന്നു. ദൈവത്തിന്റെ അത്യുന്നത സിംഹാസനത്തിനു മുൻപിൽ അവൾ തന്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും നിരവധിയായ കഷ്ടതകൾ ഏറ്റുപറയുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ആവശ്യപ്രകാരം വിശുദ്ധ യോസേപ്പ് ഒരു ശയ്യയും അമ്മ അതിനൊരു വിരിയുമുണ്ടാക്കി. ഈ ശയ്യയിലാണ് ബാലനായ ഈശോ ഉറങ്ങാൻ കിടന്നിരുന്നത്. ഈജിപ്തിൽ വച്ചു തന്നെ ഉണ്ണിയേശു ഇടയ്ക്കിടെ തന്റെ തൊട്ടിൽ വിട്ട് കിടക്കയിൽ ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. ഒറ്റ വിരിപ്പുള്ള ശയ്യ മാത്രമേ അവനിഷ്ടമുണ്ടായിരുന്നുള്ളൂ. അപൂർവമായി മാത്രമാണ് ഇത് അവൻ ഉപയോഗിച്ചിരുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ അമ്മ കമ്പിളിയിൽ നിർമ്മിച്ചിരുന്ന തലയണ വെച്ച് അതിൽ ചാരിയിരിക്കുകയാണ് പതിവ്. കുറെ കൂടി നല്ല ഒരു ശയ്യ ഈശോയ്ക്കു വേണ്ടി നിർമ്മിക്കണമെന്ന് അമ്മ പറയുമ്പോൾ മകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: എന്റെ ഒരേ ഒരു ശയ്യ കുരിശായിരിക്കും. കാരണം മനുഷ്യരെ പഠിപ്പിക്കാൻ ഇതിലും നല്ലൊരു മാതൃക വേറെയില്ല. ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്കു വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. 1 പത്രോസ് 2:21. ബാബിലോണിന്റെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരും സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരുമാണ് നിത്യവിശ്രമത്തിൽ പ്രവേശിക്കുന്നത്. ഈ ലോകത്ത് സഹനമാണ് നമ്മുടെ യഥാർത്ഥ ആശ്വാസം. അതു കേട്ട ശേഷം പരിശുദ്ധ രാജ്ഞി കൂടുതൽ ശ്രദ്ധയോടും തീക്ഷ്ണതയോടും കൂടി അവന്റെ മാർഗത്തെ അനുകരിക്കാൻ തുടങ്ങി. ഇപ്രകാരമുള്ള സംഘർഷഭരിത അന്തരീക്ഷത്തിൽ 30 ദിനങ്ങൾ കടന്നുപോയി. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ 30 ദിനങ്ങൾ അനേകം യുഗങ്ങൾക്ക് തുല്യമായിരുന്നു. എന്തെന്നാൽ ഒരു നിമിഷം പോലും തന്റെ ആത്മാവിന്റെ സ്വന്തമായവനെ പിരിഞ്ഞിരിക്കുക അസാധ്യവും ദുസ്സഹവുമായിരുന്നു. ഈ സമയം തന്റെ പ്രിയ മാതാവിനോടുള്ള തീവ്ര സ്നേഹം മറച്ചുവെക്കാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത അവസ്ഥയിലെത്തി ഉണ്ണിയേശു. തന്റെ അമ്മ ഇപ്രകാരമുള്ള സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയോടൊപ്പം പുത്രനും ആ നൊമ്പരം അനുഭവിച്ചുകൊണ്ടിരുന്നു. ഈ അവസ്ഥയിൽ ഒരു ദിവസം പരിശുദ്ധ അമ്മ തന്റെ മകന്റെ തിരുമുൻപിൽ ചെന്ന് കണ്ണീരോടും ദീർഘനിശ്വാസത്തോടും കൂടി സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: എന്റെ സ്നേഹമേ, എന്റെ ഏറ്റവും വലിയ വരദാനമേ, നിന്റെ മുൻപിൽ കേവലം പൊടി മാത്രമായ ഞാൻ എന്താണ്? നിന്റെ അപാര ശക്തിയുടെ മുൻപിൽ ഞാൻ എത്ര നിസാരയാണ്. എല്ലാ കാര്യങ്ങളിലും നീ മനുഷ്യനുപരിയാകുന്നു. മനുഷ്യരുടെ അപരാധങ്ങളെയും അപൂർണതകളെയും കരുണയുടെ പാരാവാരത്താൽ അങ്ങ് മൂടിക്കളയുന്നു. അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്ന സ്നേഹ ശുശ്രൂഷകൾ തുലവും അപര്യാപ്തമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്റെ തീക്ഷ്ണതയും കാര്യപ്രാപ്തിയും കുറവെങ്കിൽ അങ്ങ് എന്നെ ശാസിക്കൂ, എന്നോട് പൊറുക്കൂ. നിന്റെ പ്രസാദം തുളുമ്പുന്ന മുഖം ദർശിക്കാൻ എന്നെ നീ അനുവദിക്കൂ. അത് മാത്രമാണ് എന്റെ ഏക അഭിലാഷം. ഇതാ നിന്റെ പാദാന്തികത്തിൽ ഞാൻ എന്റെ ദയനീയ അവസ്ഥയെ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ പാദത്തിലെ ധൂളിക്കൊപ്പമാണ് എന്റെ സ്ഥാനം. ഈ തിരുമുഖമാകുന്ന സ്ഫടികത്തിൽ എന്റെ മുഖം പ്രതിഫലിച്ചു കാണും വരെ ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് ഉയരുകയില്ല. ഇപ്രകാരമുള്ള സ്നേഹയാചനകളാൽ പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരന്റെ മുൻപിൽ ഹൃദയ വിചാരങ്ങൾ സമർപ്പിച്ചു. തന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ട മാതൃസ്നേഹ വാത്സല്യത്തെ അതിശയിക്കും വിധം ആനന്ദ അതിരേകത്തോടെ പുത്രൻ ഇപ്രകാരം അവളോട് അരുളി ചെയ്തു: എന്റെ അമ്മേ, എഴുന്നേൽക്കുക. പുത്രന്റെ ഈ വചനം അമ്മയിലുളവാക്കിയ പ്രതികരണം അതിശയകരമായിരുന്നു. ആ നിമിഷം അവൾ സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ചു. ആ അനുഭവത്തിൽ അതീന്ദ്രിയമായ ഒരു ദർശനം അവൾ കണ്ടു. മാധുര്യപൂർണമായ സ്നേഹാശ്ലേഷത്താൽ സ്വർഗീയ പിതാവ് അവളെ സ്വീകരിക്കുന്നു. അവളുടെ അശ്രുബിന്ദുക്കൾ ആനന്ദബാഷ്പമായി പരിണമിച്ചു. പിതാവിന്റെ ആലയത്തിൽ ആരാധന നടത്തണമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ ആഗ്രഹം തന്റെ ദിവ്യഗുരുവായ പുത്രന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തു. ഒടുവിൽ അവർ ഇപ്രകാരം തീരുമാനിച്ചു: വർഷത്തിൽ 2 പ്രാവശ്യം വിശുദ്ധ യൗസേപ്പ് മാത്രം പോകുക.
മൂന്നാമത്തെ പ്രാവശ്യം തിരുക്കുടുംബം ഒരുമിച്ചു പോകുക. കൂടാരത്തിരുനാൾ, പന്തക്കുസ്ത തിരുനാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എന്നീ ആഘോഷ ദിവസങ്ങളിലാണ് യഹൂദർ ജെറുസലേം തീർത്ഥാടനത്തിന് പോയിരുന്നത്. ഒടുവിൽ പറഞ്ഞ തിരുനാളിന് തിരുക്കുടുംബം ഒന്നിച്ചുപോയി. ഈ തീർത്ഥാടനം 7 ദിവസം നീണ്ടുനിന്നു. അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ വിവരിക്കും. ഉണ്ണിയേശുവിന് 12 വയസ്സായപ്പോൾ തന്റെ മഹത്വത്തിന്റെ പ്രകാശം ലോകത്തിൽ പ്രസരിപ്പിക്കാൻ സമയമായി എന്ന് അവിടുന്നറിഞ്ഞു. തിരുക്കുടുംബം ജെറുസലേം ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. ലൂക്ക 2:42. ദൈവിക നിയമപ്രകാരം ഈ ആഘോഷം 7 ദിവസം നീണ്ടു. 1-ാം ദിവസവും 7-ാം ദിവസവുമായിരുന്നു ഏറ്റവും പ്രധാന തിരുനാളുകൾ. അതിനാൽ തിരുക്കുടുംബം ഒരാഴ്ച മുഴുവൻ ജെറുസലേമിൽ തങ്ങി. എല്ലാ യഹൂദരെയും പോലെ പ്രാർത്ഥനയിലും ബലിയർപ്പണത്തിലും ദിവസങ്ങൾ ചെലവഴിച്ചു. അവരുടെ സഹനങ്ങൾ ഉല്ലാസമായി തീർന്നു, കയ്പ് മധുരവും. ദൈവം തന്റെ പുതിയ സുവിശേഷത്തിന്റെ നിഗൂഢവും വിശുദ്ധവുമായ നിയമങ്ങളുടെ വ്യാപ്തി അവർക്ക് വെളിപ്പെടുത്തി. പരിശുദ്ധ ത്രിത്വം ഈ രഹസ്യങ്ങൾ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് നേരിട്ട് പകരാനാണ് ആഗ്രഹിച്ചത്. അതിനായി മറിയത്തെ തന്റെ പ്രഥമ പുത്രിയായും ദൈവവചനത്തിന്റെ പ്രഥമ ശിഷ്യയായും നിയോഗിച്ചു. അതുവഴി അപ്പസ്തോലർ, രക്തസാക്ഷികൾ, കന്യകകൾ, ബ്രഹ്മചാരികൾ തുടങ്ങി തന്റെ പുതിയ സഭയിലെ നീതിമാന്മാരുടെ ഗണങ്ങൾക്ക് അവൾ മാതൃകയും വഴികാട്ടിയുമായി. അവതരിച്ച വചനം മനുഷ്യരക്ഷയ്ക്കായി സ്ഥാപിച്ച വരപ്രസാദത്തിന്റെ നിയമങ്ങളെ ജീവിത മാതൃകയാക്കി അവതരിപ്പിക്കുന്നതും ഇവൾ തന്നെ. ഇപ്രകാരം 7 ദിവസങ്ങൾ പൂർത്തിയാക്കി അവർ മടക്കയാത്ര ആരംഭിച്ചു. യാത്രയ്ക്കിടയിൽ ബാലനായ ഈശോ അവരിരുവരും അറിയാതെ കൂട്ടം വിട്ടുപോയി. ഇത് ഇപ്രകാരം തന്നെ സംഭവിക്കേണ്ടതിനായി കർത്താവ് സ്ത്രീ പുരുഷന്മാരെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കി. ഇത് അന്ന് കീഴ്വഴക്കമായി മാറിയിരുന്നു. മാന്യത പാലിക്കപ്പെടാനും അപവാദങ്ങൾ ഒഴിവാക്കാനും യാത്രികർക്ക് കൂടുതൽ ധ്യാനാരൂപി കൈവരിക്കാനും ഈ ക്രമീകരണം സഹായകമായിരുന്നു. കുട്ടികൾക്ക് സ്വതന്ത്രമായി പുരുഷന്മാരോടോ സ്ത്രീകളോടോ ഒപ്പം സഞ്ചരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഉണ്ണിയേശു പരിശുദ്ധ അമ്മയോടൊപ്പം കാണുമെന്ന് വിശുദ്ധ യോസേപ്പ് ചിന്തിച്ചത് സ്വാഭാവികമായിരുന്നു. തന്റെ പ്രിയപുത്രന്റെ സാമീപ്യം മറ്റെന്തിനേക്കാളും കൂടുതൽ മാതാവ് ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് അവൻ അമ്മയോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്ന് വിശുദ്ധ യോസേപ്പിന് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. ഉണ്ണിയേശു വിശുദ്ധ യോസേപ്പിനൊപ്പം ഉണ്ടായിരിക്കുമെന്ന് കരുതാൻ അമ്മയ്ക്ക് ഏറെ കാരണങ്ങളും ഉണ്ടായിരുന്നു. കർത്താവ് അവളുടെ മനസ്സിൽ ദൈവിക ചിന്ത നിറച്ചിരുന്നതിനാൽ ഉണ്ണിയേശുവിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. യാത്ര കുറെ ചെന്ന ശേഷം തന്റെ പ്രിയപുത്രൻ തന്നോടൊപ്പമില്ലെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. അപ്പോഴും അവൻ വിശുദ്ധ യോസേപ്പിനൊപ്പം സഞ്ചരിക്കുകയാണെന്നും അങ്ങനെ തന്റെ ദത്തുപിതാവിന് യാത്രയിൽ സന്തോഷം പകരുകയാണെന്നും അവൾ കരുതി. ഇപ്രകാരമുള്ള ചിന്തകളുമായി മാതാപിതാക്കൾ ഒരു ദിവസത്തെ യാത്ര പിന്നിട്ടു. യാത്ര മുന്നോട്ടു പോകും തോറും തീർത്ഥാടകരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരുന്നു. സ്ത്രീ പുരുഷന്മാർ താന്താങ്ങളുടെ പങ്കാളികളോടോ കുടുംബത്തോടോ ഒത്തുചേർന്ന് സ്വഭവനങ്ങളിലേക്ക് യാത്രയായി. ഒടുവിൽ മുൻ ധാരണയനുസരിച്ച് അവർ ഒന്നിക്കേണ്ട സ്ഥലത്ത് 2 പേരും വീണ്ടും കണ്ടുമുട്ടി. അപ്പോൾ ജെറുസലേം വിട്ടിട്ട് 2-ാം ദിവസം സന്ധ്യയായിരുന്നു. മകൻ അമ്മയ്ക്കൊപ്പമില്ലെന്ന് പിതാവും പിതാവിനൊപ്പമില്ലെന്ന് മാതാവും അറിഞ്ഞപ്പോൾ അവർ കുറെ നേരത്തേക്ക് സ്തബ്ധരായി തീർന്നു. പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അഗാധമായ വിനയം കൊണ്ട് അവരിരുവരും തങ്ങൾക്ക് പറ്റിയ ഉപേക്ഷയായി ഇതിനെ കരുതുകയും വ്യസനിക്കുകയും ചെയ്തു. സ്വപുത്രനെ കാത്തു സംരക്ഷിക്കാൻ കഴിയാതെ വന്നത് സ്വന്തം വീഴ്ചയായി 2 പേരും കരുതി. തങ്ങളുടെ പ്രിയപുത്രൻ ഇത്രയേറെ ജാഗ്രതയുള്ള തങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് എങ്ങനെ വഴുതിപ്പോയി എന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അവർ തിടുക്കത്തിൽ ഇനി എന്താണ് കരണീയമെന്ന് കൂടിയാലോചിച്ചു. ലൂക്ക 2:45. പരിശുദ്ധ അമ്മ വിശുദ്ധ യോസേപ്പിനോട് പറഞ്ഞു, എന്റെ യജമാനനെ എത്രയും പെട്ടെന്ന് ജെറുസലേമിലെത്തി പ്രിയപുത്രനെ കണ്ടെത്തിയാൽ മാത്രമേ എന്റെ ഹൃദയം സ്വസ്ഥമാകൂ. അവർ ഉടൻ തന്നെ ജെറുസലേമിലേക്ക് തിരികെ പോയി. പോകുന്ന വഴിയിൽ ബന്ധുക്കളോടും സ്നേഹിതരോടും തിരക്കി. എന്നാൽ ദുഃഖിതരായ ആ ദമ്പതിമാർക്ക് ആശ്വാസമേകുന്ന യാതൊരു വിവരവും നൽകാൻ അവരിലാർക്കും കഴിഞ്ഞില്ല. തന്നെയുമല്ല, അവർക്കു കിട്ടിയ മറുപടികളാകട്ടെ ആകുലത വർദ്ധിപ്പിച്ചതേയുള്ളൂ. എന്തെന്നാൽ കണ്ടുമുട്ടിയ മനുഷ്യരിലാരും ജെറുസലേം വിട്ടതിനുശേഷം ഉണ്ണിയേശുവിനെ കണ്ടിരുന്നില്ല. അങ്ങനെ വ്യാകുലപ്പെട്ട ഈ മാടപ്രാവിന് കഴിഞ്ഞ 3 ദിവസത്തെ യാത്രയിൽ യാതൊരു ഭക്ഷണപാനീയവും കഴിക്കാൻ തോന്നിയില്ല. 10,000 വരുന്ന മാലാഖവൃന്ദം
അവരെ അകമ്പടി സേവിച്ചിരുന്നെങ്കിലും ബാലനായ ഈശോയുടെ തിരോധാനത്തെ സംബന്ധിച്ച യാതൊരു സൂചനകളും അവർ നൽകിയില്ല. അവർ പരിശുദ്ധ അമ്മയുടെ വിരഹ ദുഃഖത്തിന് മൂകസാക്ഷികൾ മാത്രമായി. 3-ാം ദിവസം വിശുദ്ധ യോഹന്നാൻ വാസമുറപ്പിച്ചിരുന്ന മരുഭൂമിയിൽ ചെന്നന്വേഷിക്കാൻ പരിശുദ്ധ അമ്മ തീരുമാനിച്ചു. അർക്കലാവോസ് യോഹന്നാന് തടവിലാക്കിയതിന്റെ സൂചനകളൊന്നുമില്ലാതിരുന്നതുകൊണ്ട് യേശു അവനോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവൾ തീർച്ചപ്പെടുത്തി. എന്നാൽ അവൾ തന്റെ യാത്ര തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ പരിശുദ്ധ മാലാഖമാർ അവളെ തടഞ്ഞു. അവൾ അന്വേഷിക്കാനുറച്ച സ്ഥലത്ത് ഉണ്ണിയേശു എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ അവളെ നിരുത്സാഹപ്പെടുത്തി. ബെത്ലഹേമിൽ തന്റെ ജന്മസ്ഥലമായ കാലിത്തൊഴുത്തിൽ കണ്ടേക്കുമെന്ന് വിചാരിച്ച് അങ്ങോട്ടു പോകാനും അവൾ ആലോചിച്ചു. എന്നാൽ ഇവിടെയും മാലാഖമാർ തടയുകയും മകൻ അത്രയും ദൂരത്തിലല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഉണ്ണിയേശു എവിടെയുണ്ട് എന്ന് മാലാഖമാർക്കറിയാം എന്നു മനസ്സിലാക്കിയിട്ടും തന്റെ അഗാധമായ എളിമയും താഴ്മയും കൊണ്ട് ഏതു വഴിക്ക് അന്വേഷിക്കണമെന്ന് അവൾ ചോദിച്ചില്ല. ഈ വിവരം അവർ തന്നെ അറിയിക്കാത്തത് കർത്താവിന്റെ തിരുവിഷ്ടപ്രകാരമാണെന്ന് അവൾ അറിഞ്ഞു. എത്ര മഹത്തായ ആദരവോടുകൂടിയാണ് മാലാഖമാരുടെ രാജ്ഞി അത്യുന്നതന്റെ കൂദാശകളെയും അവിടുത്തെ ദൂതന്മാരെയും ദാസന്മാരെയും കരുതിയിരുന്നത് എന്ന് ഇവിടെ തെളിയുന്നു. പരിശുദ്ധ രാജ്ഞിയുടെ രാജകീയതയും ഉദാത്തതയും വെളിപ്പെടുന്ന അനേക സന്ദർഭങ്ങളിലൊന്നാണ് ഈ സംഭവം. ഈ പരീക്ഷണവേളയിൽ പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദന സകല രക്തസാക്ഷികളുടെയും പീഡാസഹനങ്ങൾക്കും മേലെയായിരുന്നു. അപാരമായ ദീർഘക്ഷമയും സഹനശക്തിയുമാണ് അമ്മ പ്രകാശിപ്പിച്ചത്. ഈശോയെ നഷ്ടപ്പെടുക എന്നാൽ സൃഷ്ടികളിൽ മറ്റെന്തിനെ നഷ്ടപ്പെടുന്നതിലും അമ്മയ്ക്ക് വേദനാജനകമായിരുന്നു. അവളുടെ ആകുലത അളവറ്റതായിരുന്നു. ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കർത്താവ് ദൈവിക വരത്തിന്റെ ശക്തി ചൈതന്യങ്ങളെ അവളിൽ നിന്നകറ്റി നിർത്തിയിരുന്നു. മാലാഖമാരുടെ കാവലും സമ്പർക്കവുമല്ലാതെ മറ്റൊരു ദൈവാനുകൂല്യങ്ങളും ഉണ്ടായില്ല. അവളുടെ നിർമ്മലാത്മാവിന് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും താൽക്കാലികമായി മരവിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ എത്രയധികം വേദനിച്ചുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ കഠിന ദുഃഖവേളയിലും അവൾ അസ്വസ്ഥയാകുകയോ ആന്തരികവും ബാഹ്യവുമായ ശാന്തതയെ കൈയൊഴിയുകയോ ചെയ്തില്ല. അനുചിതമായ വാക്കോ ചലനമോ ഉണ്ടായില്ല. ധാർമ്മിക രോഷമോ കോപമോ അവളിൽ പ്രത്യക്ഷമായില്ല. അമിത വിലാപവും അവളിൽ നിന്ന് ഉയർന്നില്ല. ഇതവളെ ആദത്തിന്റെ സന്തതികളിൽ അനന്യയാക്കി മാറ്റി നിർത്തുന്നു. സാധാരണഗതിയിൽ മനുഷ്യർ ഇത്തരം സന്ദർഭങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭ്രാന്താവസ്ഥയിൽ എത്തിച്ചേരാറുണ്ടല്ലോ. എന്നാൽ സകല നന്മകളുടെയും വിളനിലമായവൾ എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ സ്വർഗീയ ശാന്തതയും സ്നേഹവും നിലനിർത്തി. ദുഃഖം അവളുടെ ഹൃദയത്തെ ഭേദിച്ചുവെങ്കിലും തന്റെ ദൈവത്തോടുള്ള ഭക്തിയും വിധേയത്വവും വിശ്വസ്തതയും അവൾ കൈവിട്ടില്ല. തന്റെ മകന്റെ കണ്ടെത്തലിനും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ശ്രേയസ്സിനും വേണ്ടി തന്റെ പ്രാർത്ഥനകളെ അവൾ ദൈവത്തിരുമുൻപിൽ സമർപ്പിച്ചു. പരിശുദ്ധ അമ്മ 3 ദിവസം തുടർച്ചയായി ജെറുസലേം തെരുവീഥികളിൽ കണ്ടുമുട്ടിയവരോടെല്ലാം അടയാളങ്ങൾ സഹിതം തന്റെ പുത്രനെപ്പറ്റി അന്വേഷിച്ചു. ജെറുസലേം പുത്രിമാരോട് മാത്രമല്ല, നഗരത്തിലെ ഇടവഴികളിലും രാജവീഥികളിലും ചത്തുരങ്ങളിലും സോളമന്റെ ഉത്തമഗീതത്തിലെ വരികളെ അന്വർത്ഥമാക്കും വിധം അവൾ തന്റെ പ്രിയപ്പെട്ടവനെ അന്വേഷിച്ചു. ഉത്തമഗീതം 5:8. കാണാതായ നിന്റെ ഏകമകന്റെ ദൃശ്യമായ അടയാളങ്ങൾ എന്തെന്ന് ചില സ്ത്രീകൾ ആരാഞ്ഞു. ഉത്തമഗീതത്തിലെ പ്രണയിനിയുടെ വാക്കുകളിൽ അവൾ മറുപടി പറഞ്ഞു: എന്റെ പ്രിയൻ അരുണനെ പോലെ തേജസ്സുറ്റവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. ഉത്തമഗീതം 5:10. ശ്രോതാക്കളിൽ ഒരു സ്ത്രീ അപ്പോൾ അവളോട് പറഞ്ഞു: നീ വർണ്ണിക്കുന്ന അടയാളങ്ങളുള്ള ഒരു ബാലൻ ഇന്നലെ എന്റെ ഭവനത്തിൽ വന്നിരുന്നു. അവൻ എന്നോട് ഭിക്ഷ യാചിക്കാനാണ് വന്നത്. ഞാൻ കൊടുക്കുകയും ചെയ്തു. അവന്റെ തേജസ്സും സൗന്ദര്യവും എന്റെ ഹൃദയം കവർന്നു. അവന് ഭിക്ഷ നീട്ടിയപ്പോൾ എന്റെ മനസ്സ് കരുണാർദ്രമായി. ഇത്രയും തേജസ്സുള്ള ഒരു ബാലന്റെ ദരിദ്രാവസ്ഥ എന്നെ അത്രമേൽ സ്വാധീനിച്ചു. നഷ്ടപ്പെട്ട മകനെ തേടി ജെറുസലേം വീഥികളിലൂടെ ഉഴറി നടന്ന അമ്മയ്ക്ക് തന്റെ വത്സലപുത്രനെപ്പറ്റി ലഭിച്ച ആദ്യ വിവരം ഇതായിരുന്നു. ദുഃഖത്തിന്റെ ദീർഘനാഴികകളിൽ ലഭിച്ച ഒരു താൽക്കാലിക സാന്ത്വനം. അന്വേഷണം തുടരുമ്പോൾ വീണ്ടും അവൾക്ക് മേൽ പറഞ്ഞതിന് സമാനമായ കൂടുതൽ മറുപടികൾ ലഭിച്ചു. കിട്ടിയ സൂചനകളെ പിന്തുടർന്ന് അവൾ എത്തിയത് പട്ടണത്തിലെ രോഗികളുടെ ആശ്വാസ കേന്ദ്രത്തിലായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മകനെ ആതുരരുടെ സത്രത്തിൽ കണ്ടുമുട്ടാമെന്നവൾ കരുതി. ദീർഘക്ഷമയോടെ ദാരിദ്ര്യത്തെ പുൽകാൻ തന്റെ സഹോദരങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമാണല്ലോ അവൻ. മത്തായി 5:40. രോഗികളുടെ സത്രത്തിൽ ചെന്നപ്പോൾ അവൾ പറഞ്ഞ അടയാളങ്ങളുള്ള ഒരു ബാലൻ അവിടെ ചെന്നിരുന്നുവെന്നും
അവിടുത്തെ അന്തേവാസികളെ ആശ്വാസവാക്കുകളാലും ദാനധർമ്മങ്ങളാലും സന്തോഷിപ്പിച്ചുവെന്നും അവിടെയുള്ളവർ അവളെ അറിയിച്ചു. തന്റെ പ്രിയ മകനെപ്പറ്റി ശ്രവിച്ച ഈ വാർത്തകൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ മധുരജ്വാലകളെ ഉണർത്തി. അവ തന്റെ അദൃശ്യനും വിദൂരസ്ഥനുമായ പുത്രനിലേക്ക് അവൾ അയച്ചു. അപ്പോൾ മറ്റൊരു ചിന്ത അവളുടെ ഹൃദയത്തിൽ ഉദിച്ചു. ആതുരരുടെ ഇടയിൽ അവനില്ലെങ്കിൽ തീർച്ചയായും അവൻ ദേവാലയത്തിൽ തന്നെ കാണും. ദൈവത്തിന്റെ പ്രാർത്ഥനാലയം അവന് ഏറെ പ്രിയങ്കരമായിരുന്നല്ലോ. അവളുടെ ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാലാഖമാർ അവളോട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളുടെ രാജ്ഞിയും യജമാനത്തിയുമായവളെ, നിന്റെ സമാശ്വാസത്തിന്റെ സമയം വന്നു ചേർന്നിരിക്കുന്നു. താമസിയാതെ നിന്റെ ദൃഷ്ടികളുടെ വെളിച്ചമായവനെ നീ കാണും. ഇപ്പോൾ തന്നെ നിന്റെ പാദങ്ങളെ ദേവാലയ വഴികളിലേക്ക് തിരിച്ചുവിടുക. വിശുദ്ധ യോസേപ്പ് ഈ സമയം വീണ്ടും പരിശുദ്ധ മറിയവുമായി അവിടെ വെച്ച് ഒരുമിച്ചു. കൂടുതൽ എളുപ്പത്തിൽ ഉണ്ണിയേശുവിനെ കണ്ടെത്താൻ വേണ്ടി അതുവരെ അവർ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമാഗമനത്തിന് തൊട്ടുമുൻപ് ഒരു മാലാഖ വന്ന് വിശുദ്ധ യോസേപ്പിനെ പരിശുദ്ധ മറിയമിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ദേവാലയത്തിലേക്ക് പോകാൻ മാലാഖ അദ്ദേഹത്തെ അറിയിച്ചു. ഈ 3 ദിവസങ്ങളിൽ വിശുദ്ധ യോസേപ്പ് അനുഭവിച്ച ആകുലതയും ദുഃഖവും വാക്കുകൾക്കതീതമായിരുന്നു. ചിലപ്പോഴൊക്കെ മറിയത്തോടൊപ്പവും പലപ്പോഴും ഒറ്റയ്ക്കും ആ നഗരത്തിലുടനീളം നിഷ്ഫലമായ അന്വേഷണത്തിലായിരുന്നു ആ സ്നേഹപിതാവ്. ഭക്ഷണപാനീയങ്ങൾ പോലും വർജിച്ച് വിശ്രമമില്ലാതെ ഉഴറിയ അദ്ദേഹം മറിയത്തിന്റെ സ്നേഹമസൃണമായ നിർബന്ധത്തിന് വഴങ്ങി ഭക്ഷണം കഴിച്ചു. ദൈവത്തിന്റെ അദൃശ്യ സംരക്ഷണം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടമാകുമായിരുന്നു. സ്വാഭാവികമായ മാനുഷിക ആവശ്യങ്ങൾ പോലും മറന്നും തന്റെ ജീവൻ തൃണസമാനമായി കരുതിയും മകനെ തേടി അലയാൻ പ്രേരിപ്പിച്ചത് വിശുദ്ധ യൗസേപ്പിന്റെ അദമ്യമായ പുത്രവാത്സല്യം തന്നെ. മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ നഗര കവാടത്തിൽ വച്ചാണ് ബാലനായ ഈശോ തിരികെ പോയത്. എന്താണ് വരാൻ പോകുന്നതെന്ന് ദിവ്യദൃഷ്ട്യാ അവൻ കണ്ടിരുന്നു. ആത്മാക്കളുടെ രക്ഷയെ പ്രതി അവയെ അവൻ സ്വപിതാവിന് സമർപ്പിച്ചു. ഈ ദിവസങ്ങളിൽ എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും ഉദാത്ത മാതൃകയായ ഒരു ഭിക്ഷാംദേഹിയുടെ ജീവിതം നയിച്ചു. ആതുരരും നിരാലംബരുമായവരുടെ വാസസ്ഥലങ്ങളിൽ അവൻ തന്റെ സാന്നിധ്യം അറിയിച്ചു. ഭിക്ഷാടനത്തിലൂടെ തനിക്കു കിട്ടിയതെല്ലാം അവൻ അവർക്ക് ദാനം ചെയ്തു. അവരോട് അവൻ സാന്ത്വനവാക്കുകളോതി. അവരുടെ ഹൃദയം ദിവ്യപ്രകാശത്താൽ നിറച്ചു. തനിക്ക് ഭിക്ഷ നൽകിയവരെ അവൻ കൂടുതലായി അനുഗ്രഹിച്ചു. അവരുടെ ജീവിതങ്ങളിൽ വെളിച്ചവും വരപ്രസാദവും പകർന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. മത്തായി 10:41 എന്ന വചനവും അവൻ സാക്ഷാത്കരിച്ചു. ഇപ്രകാരം ഈശോ ദേവാലയത്തിലെത്തി തന്റെ പിതാവിന്റെ പ്രവൃത്തികളിൽ വ്യാപൃതനായി. അന്ന് പണ്ഡിതരും ഗുരുക്കന്മാരുമായ റബ്ബിമാർ തിരുലിഖിതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ദൈവാലയത്തിൽ സമ്മേളിച്ചിരുന്നു. മിശിഹായുടെ വരവിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് അന്ന് അവർ ചർച്ചാ വിഷയമാക്കിയത്. സമീപകാലത്ത് നടന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. സ്നാപക യോഹന്നാന്റെ ജനനവും പൗരസ്ത്യ ദേശത്തുനിന്ന് വന്ന ജ്ഞാനികളുടെ സന്ദർശനവും മിശിഹ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടെന്നും അജ്ഞാതനായി കഴിയുകയാണെന്നുമുള്ള കിംവദന്തികളും യഹൂദരുടെ ഇടയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അവിടെ കൂടിയിരുന്ന പണ്ഡിതരുടെ വിജ്ഞാനത്തിന്റെ ആധികാരികത അവരുടെ മുഖഭാവങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു. ഈ പണ്ഡിത കേസരികളുടെ ഇടയിലേക്ക് ബാലനായ യേശു കടന്നു ചെന്നു. രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും. വെളിപാട് 19:16. അനന്തജ്ഞാനിയും 1 കോരിന്തോസ് 1:24. ജ്ഞാനികളെ തിരുത്താൻ കഴിവുള്ളവനുമായവൻ. ജ്ഞാനം 7:15. ഇതാ ലോകത്തിലെ ഗുരുക്കന്മാരുടെ മുൻപിൽ വിനയാന്വിതനായി നിലകൊള്ളുന്നു. രക്ഷകനായ മെശിഹ വന്നു കഴിഞ്ഞുവോ, അഥവാ അവൻ വന്നിട്ടില്ലെങ്കിൽ ആ അവതാരം എന്നായിരിക്കും സംഭവിക്കുക? അതാണ് ഈ ബാലന് അറിയേണ്ടത്. പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സംശയ നിവാരണം ചെയ്യാനും കഴിവുറ്റവനായി ഈശോ രാജകീയ പ്രൗഢിയോടെ പ്രസാദാത്മകതയോടെ ആ സദസ്സിൽ നിന്നു. അവന്റെ തേജസാർന്ന രൂപം കണ്ട ആ ജ്ഞാനവൃദ്ധന്മാർ അവന്റെ മൊഴികൾ ശ്രവിക്കാൻ ഔത്സുക്യം കാണിച്ചു. അവന്റെ അധരങ്ങൾ അത്ഭുത ജ്ഞാനം പൊഴിച്ചു. തിരുലിഖിതങ്ങളുടെ സൂക്ഷിപ്പുകാരായ നിയമജ്ഞരും മറ്റു വിജ്ഞാനികളും അവന്റെ വചനങ്ങൾ ശ്രവിച്ച് വിസ്മയഭരിതരായി തീർന്നു. അവർ പരസ്പരം നോക്കി ഇപ്രകാരം ചോദിച്ചു: ഇതെന്തൊരത്ഭുതം! ഈ ബാലൻ എന്തൊരു പ്രതിഭയാണ്! ആരാണിവൻ? ഇവൻ എവിടെ നിന്ന് വരുന്നു?
ഇപ്രകാരം അവർ അതിശയ പ്രകടനം നടത്തിയപ്പോഴും യഥാർത്ഥത്തിൽ അവൻ ആരെന്ന് ആരും തിരിച്ചറിയുകയോ സംശയം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. എന്നാൽ അവൻ അടിസ്ഥാന തത്വങ്ങളെപ്പറ്റി അവരെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു താനും. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പും അവിടെയെത്തി. അവൻ പറഞ്ഞ വാദമുഖങ്ങൾ ശ്രവിക്കാൻ അവർക്കും ഭാഗ്യമുണ്ടായി. അവന്റെ പ്രഭാഷണം പൂർത്തിയായപ്പോൾ അവിടെയുണ്ടായിരുന്ന പണ്ഡിതരെല്ലാം വിസ്മയപൂർവ്വം എഴുന്നേറ്റ് നിന്നു. അവന്റെ അമ്മ ഉടൻ സദസ്സിൽ പ്രവേശിച്ച് തന്റെ വത്സലപുത്രനെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ലൂക്ക 2:48. സ്നേഹത്തിൽ കുതിർന്ന അമ്മയുടെ പരിഭവം കേട്ട് മകൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലൂക്ക 2:49. ഈ വചനങ്ങളുടെ അർത്ഥമെന്ത് എന്ന് അവർക്ക് മനസ്സിലായില്ല എന്ന് സുവിശേഷകൻ തുടർന്ന് പറയുന്നു. എന്തെന്നാൽ ആ സമയം ഇത് പരിശുദ്ധ മറിയത്തിൽ നിന്നും വിശുദ്ധ യോസേപ്പിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടിരുന്നു. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഞങ്ങൾ ദുഃഖത്തിൽ വിതച്ചത് ഇപ്പോൾ സന്തോഷത്തോടെ കൊയ്യുന്നു എന്നതും നഷ്ടപ്പെട്ട അനർഘനിധി തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷവും ഇതവരുടെ ആത്മാക്കളിൽ നിർവൃതി ഉളവാക്കി. രണ്ടാമതായി, പ്രസ്തുത സന്ദർഭത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിരുന്നില്ല. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രതിബന്ധമുണ്ടായിരുന്നു. തന്റെ പുത്രന്റെ നിഗൂഢ ജീവിതത്തെ മറച്ചിരുന്ന തിരശീല മാറ്റപ്പെടാനുള്ള സമയം അപ്പോഴും ആഗതമായിരുന്നില്ല. തങ്ങൾക്കു ലഭിച്ച അത്ഭുതകരമായ അറിവുകളെപ്പറ്റി പരസ്പരം സംസാരിക്കുകയും വിസ്മയം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പണ്ഡിത സദസ്സ് പിരിഞ്ഞു. അവർ തനിച്ചായപ്പോൾ പരിശുദ്ധ അമ്മ തന്റെ വത്സലപുത്രനെ ആശ്ലേഷിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പ്രിയ മകനെ, എന്റെ ഉള്ളിലെ നൊമ്പരവും ദുഃഖവും നിന്നോട് പറയാൻ എന്നെ അനുവദിക്കുക. അപ്രകാരം എന്നെ നിനക്ക് പൂർണ്ണമായും ഉപകാരമാകുന്നിടം വരെ എന്റെ ജീവൻ നിലച്ചു പോകാതിരിക്കട്ടെ. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുതേ. എന്നെ ഒരടിമയായി സ്വീകരിച്ചാലും നിന്റെ സാന്നിധ്യം എനിക്ക് നഷ്ടമായത് എന്റെ അശ്രദ്ധ കൊണ്ടാണെന്ന് ഞാൻ അറിയുന്നു. അത് നീ സദയം ക്ഷമിക്കുക. നിനക്ക് യോഗിയായി എന്നെ നീ മാറ്റുക. ഇനിമേൽ നിന്റെ അസാന്നിധ്യത്തിലൂടെ എന്നെ നീ ശിക്ഷിക്കരുതേ. ദിവ്യബാലൻ ആനന്ദാതിരേകത്തോടെ അമ്മയെ സ്വീകരിച്ചു. അവളെ പിരിയാനുള്ള നേരമാകും വരെ അവൾക്ക് ഗുരുവായി തന്നെ സ്വയം നൽകി. ഇങ്ങനെ മാടപ്രാവിനെ പോലെ സ്നേഹനൈർമല്യം നിറഞ്ഞ ആ അമ്മയുടെ ഹൃദയം സമാധാനത്തെ പുൽകുകയും അവർ വീണ്ടും ഒരുമിച്ച് നസ്രത്തിലേക്ക് യാത്രയാകുകയും ചെയ്തു. അവർ നസ്രത്തിലെത്തി. ഈ കാലഘട്ടത്തിലെ ദൈവിക രഹസ്യങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം പറയുന്നു: ബാലനായ ഈശോ തന്റെ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ചു. അവന്റെ അമ്മ എല്ലാ സംഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിലും വളർന്നു വന്നു. ഇതേക്കുറിച്ച് എന്റെ അറിവിൽ ലഭിച്ച കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രം: തന്റെ മാതാപിതാക്കളോട് പ്രഭുവും ദൈവവുമായവൻ പുലർത്തിയ വിനയവും അനുസരണവും മാലാഖമാരുടെ ആരാധനയ്ക്ക് വിഷയമായി. ഭാഗ്യപ്പെട്ട മറിയത്തിന്റെ അന്തസ്സും ഉന്നതമായ മഹിമയും കൊണ്ട് അവൾ അവതരിച്ച വചനത്തെ സ്വന്തമാക്കി. തന്റെ പുത്രന്റെ വിധേയത്വത്തിന് പ്രതിസമ്മാനമായി പരിശുദ്ധ അമ്മ വീരോചിതമായ പുണ്യപ്രവൃത്തികളാൽ അവനെ ആഹ്ലാദിപ്പിച്ചു. അവന്റെ മുൻപിൽ മുട്ടുകുത്തി തന്നെ ഭൂമിയോളം താഴ്ത്തി അവൾ സ്വപുത്രന് നൽകുന്ന ശുശ്രൂഷകൾ കണ്ട് ശ്രാപ്പേന്മാർ അത്യധികം ആഹ്ലാദിച്ചു. അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹവും നന്മകളുടെ സമ്പന്നതയും കൊണ്ട് അവൾ യേശുവിന്റെ ഹൃദയം ഭേദിച്ചു. അതെ, അപ്രതിരോധ്യമായ സ്നേഹത്തിന്റെ ചങ്ങലകൾ കൊണ്ട് അവിടുത്തെ ഹൃദയം അവൾ വരിഞ്ഞു മുറുക്കി. അവതരിച്ച വചനത്തിന്റെ അനുഗ്രഹങ്ങളും വരദാനങ്ങളുമാകുന്ന നദികൾ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവാകുന്ന മഹാസാഗരത്തിലേക്ക് ഒഴുകിയിറങ്ങി. എന്നിട്ടും ആ സാഗരം കര കവിഞ്ഞൊഴുകിയില്ല. എന്തെന്നാൽ ആ സമുദ്രത്തിന് അവയെ ഉൾക്കൊള്ളാൻ മാത്രം ആഴവും പരപ്പും ഉണ്ടായിരുന്നു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ: എന്റെ മകളെ ശ്രദ്ധിക്കുക. എന്റെ വത്സലപുത്രന്റെയും എന്റെയും നടപടികൾ നിഗൂഢ രഹസ്യങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും സ്രോതസ്സാണെന്നറിയുക. അവയെ ആത്മാർത്ഥമായി ധ്യാനിക്കുന്നവർക്ക് ധന്യത കൈവരും. കണ്ണുനീരോടും ദുഃഖത്തോടും ഈശോയെ തേടാനും അവനെ വീണ്ടും കണ്ടുമുട്ടി വർദ്ധിച്ച ആത്മസന്തോഷവും ധന്യതയും സ്വന്തമാക്കുന്നതിനും വേണ്ടിയാണ് താൽക്കാലികമായി അവൻ എന്നെ വിട്ടുപേക്ഷിക്കാൻ തീരുമാനസായത്.
ഈ രഹസ്യ അനുഭവം എന്നെ അനുകരിച്ച് നീയും സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കത്തിയെരിയുന്ന തീഷ്ണതയോടെ ദൈവത്തെ തേടുകയും പിന്നീടൊരിക്കലും കൈവിട്ടു പോകാത്ത വിധം അവിടുത്തെ സ്വന്തമാക്കുകയും വേണം. ഈ ദിവ്യരഹസ്യം കൂടുതലായി മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അവന്റെ അനന്ത കരുണയാലാണ് മനുഷ്യർക്ക് സന്തോഷം നൽകപ്പെട്ടിരിക്കുന്നത്. എങ്കിലും അത് കരഗതമാകും വരെയും അവർ സന്നിഗ്ധ അവസ്ഥയിലായിരിക്കും. ലഭിച്ചു കഴിയുമ്പോൾ ആനന്ദകരമായ പ്രത്യാശ അവരിൽ ജനിക്കും. ഒപ്പം പാപഭയം ഉളവാകുകയും ചെയ്യും. എന്തെന്നാൽ ഭൂമിയിലെ നൈമിഷിക തൃഷ്ണകളാൽ നാം ബന്ധിക്കപ്പെടുന്നതും പ്രസാദവരം നഷ്ടപ്പെടുന്നതും പാപം മൂലമാണ്. കർത്താവാണ് പാപഭയം നൽകുന്നത്. മനുഷ്യന് പ്രകൃത്യാ നൽകിയിരിക്കുന്ന ചിന്താശീലത്തോടൊപ്പം വിശ്വാസവും നല്ല ശരണവും കൂടി ദൈവം സമ്മാനിക്കുന്നു. സ്വാഭാവികമായ യുക്തിയും വിശ്വാസവും പ്രത്യാശയും ഒരുമിച്ചു ചേരുമ്പോൾ അത് സ്നേഹത്തെ ജ്വലിപ്പിക്കുന്നു. തങ്ങളുടെ ആത്യന്തിക നിയോഗം സാക്ഷാത്കരിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ മുഴുകാൻ ഇതുമൂലം അവർക്ക് പ്രേരണ ലഭിക്കുന്നു. ഈ സദ്ഗുണങ്ങൾക്കൊപ്പം മാമോദീസ വേളയിൽ ചൊരിയപ്പെട്ട കൃപാവരങ്ങളും അതാതു നിമിഷം ദൈവം നൽകുന്ന സത്പ്രേരണകളും ദൈവത്തിന്റെ അസാന്നിധ്യത്തിലും അവിടുത്തെ മറക്കാതിരിക്കാനും തീക്ഷ്ണതയോടെ അവിടുത്തെ തേടുന്നതിനും പ്രേരകമായി തീരുന്നു. ഇപ്രകാരം ആത്മാവ് അതിന്റെ മഹത് ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുകയും അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇപ്പോൾ സൃഷ്ടികളുടെ നിരുന്മേഷമായ അജ്ഞതയെ നീ മനസ്സിലാക്കണം. മനുഷ്യൻ ഈ ലോകത്തിൽ ചെയ്തു കൂട്ടുന്ന എല്ലാ തിന്മകളുടെയും ഉറവിടം ഈ അജ്ഞതയാണ്. എന്നാൽ അവരത് തിരിച്ചറിയുന്നുമില്ല. അവർ ഭൗതിക സമ്പത്ത് വാരിക്കൂട്ടുകയും അവ നൽകുന്ന വ്യാജ സന്തോഷങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു. അവയാണ് തങ്ങൾ അന്വേഷിക്കുന്ന ആത്യന്തിക നന്മയെന്ന് അവർ ഭാവിക്കുന്നു. മനുഷ്യൻ ക്ഷണഭങ്കുരവും മിഥ്യയുമായ ഭൗതിക സന്തോഷങ്ങളെ ശാശ്വതമെന്ന് കരുതുകയും അത്യുന്നതവും ശാശ്വതവുമായ സന്തോഷങ്ങളെ നേടാതിരിക്കുകയും ചെയ്യുന്നത് ദൈവിക ക്രമത്തിന് വിരുദ്ധമാണ്. അതിനാൽ പ്രിയമകളെ, നീ മേൽപ്പറഞ്ഞ അബദ്ധങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക. ഇഹലോകം സമ്മാനിക്കുന്ന സന്തോഷങ്ങളെ മിഥ്യയായി കരുതുക. ലോകത്തിന്റെ ഉല്ലാസം വിലാപമായി ചിന്തിക്കുക. ഇന്ദ്രിയഭോഗങ്ങളെ ആത്മവഞ്ചനയായും അജ്ഞാനത്തിന്റെ ഉറവിടമായും ഹൃദയത്തെ മത്തുപിടിപ്പിച്ച് ജ്ഞാനത്തെ തടസ്സപ്പെടുത്തുകയും തകർത്തു കളയുകയും ചെയ്യുന്ന ശക്തിയായും തിരിച്ചറിയുക. നിത്യജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ജാഗ്രത പാലിക്കുക. കർത്താവിനെ സ്വന്തമാക്കാനുള്ള തീഷ്ണതയിൽ ജ്വലിച്ച് അവനെ നേടുകയും അതിൽ മാത്രം ആനന്ദിക്കുകയും ചെയ്യുക.